ഹർഷബാഷ്പം തൂക്കി വർഷപഞ്ചമി വന്നു. ഇന്ദുമുഖി ഇന്നുരാവിൽ എന്തു ചെയ്യൂ നീ, എന്തു ചെയ്യൂ നീ. സ്വപ്ന പുഷ്പവനം നീ തിരയുന്നു, ഏതു രാഗകൽപ്പനയിൽ നീ മുഴുകുന്നു. വിണ്ണിലെ സുധാകരനോ വിരഹിയായ കാമുകനോ ഇന്നു നിന്റെ ചിന്തകളെ ആരുണർത്തുന്നു, സഖിയാരുണർത്തുന്നു. ഹർഷബാഷ്പം തൂക്കി വർഷപഞ്ചമി വന്നു. ഇന്ദുമുഖി നുരാവിൽ എന്തു ചെയ്യൂ നീ, എന്തു ചെയ്യൂ നീ. ശ്രാവണ നിശീധിനി തൻ പൂവനം തളിർത്തു. പാതിരാവിൻ താഴ്വരയിലെ പവിഴമല്ലികൾ പൂത്തു. വിഫലമായ മധുവിധുവാൻ വിരകശോക സ്മരണകളാൽ അകലെയൻ കിനാക്കളുമായി ഞാനിരിക്കുന്നു, സഖി ഞാനിരിക്കുന്നു. ഹർഷബാഷ്പം തൂക്കി വർഷപഞ്ചമി വന്നു. ഇന്ദുമുഖി നുരാവിൽ എന്തു ചെയ്യൂ നീ, എന്തു ചെയ്യൂ നീ. നമസ്കാരം, ഗുഡ് ഈവനിങ്. സംഗീത സാന്ദ്രമായ ഗുഡ് ഈവനിങ്ങയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ നല്ലൊരു ഗായകനുമായിട്ടാണ്, എല്ലാ ദിവസവും ഗായകനോ അല്ലെങ്കിൽ ഗായിക ആരെങ്കിലും ഉണ്ടാവും, നല്ലൊരു ഗായകനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം മിസ്റ്റർ സഞ്ജു, നമ്മുടെ പ്രിയപ്പെട്ട NTVയുടെ സഞ്ജു ചേട്ടൻ അല്ലെ, അങ്ങനെ പറയുന്നതായിരിക്കും നല്ലൊരു. സുഖമായിരിക്കുന്നു. ഞാൻ ചേട്ടൻ്റെ പാട്ട് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഉറങ്ങിപ്പോകുന്ന പോലെ ആ ഒരു മൂഡിലേക്ക് പോയിരിക്കുകയായിരുന്നു. കാരണം ഇത് വന്നിട്ട് നീലാംബരി രാഗമാണ് അല്ലെ. അതെ, അപ്പൊ ആ ഒരു താരാട്ട് പാട്ടിന്റെ ഒരു മൂഡിലാണ് അത്. പ്രത്യേകിച്ച് ഈ ഒരു ക്ലൈമറ്റിനൊക്കെ നമുക്ക് ഇങ്ങനെ താരാട്ട് പാടി തന്ന പോലെ ഉണ്ടായിരുന്നു. നന്നായിട്ട് പാടുകയും ചെയ്തു. അതെ അതെ, അതെ അതെ, ഈ വർഷം ജെസി ഡാനിയൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്.
പിന്നെ ഭാസ്കരൻ മാഷിന്റെ വഴികൾ, നമ്മുടെ മാഷിന്റെ വരികൾ, ദക്ഷിണാമൂർത്തി സ്വാമി. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കർണാട്ടിക് മ്യൂസിക്കിന്റെ അല്ലെ എസൻസ് എല്ലാം എടുത്തിട്ടാണ് അദ്ദേഹം ഫിലിമിൽ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു മ്യൂസീഷ്യനാണ്. ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ഒരുപാട് രാഗങ്ങൾ എനിക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റിയ, അദ്ദേഹത്തിന്റെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കാൻ പറ്റിയ അതൊരു വലിയൊരു ഭാഗ്യമായിട്ടാണ്, എന്റെ ഒരു ജന്മപുണ്യമായിട്ടാണ് ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടല്ലേ. വളരെ ഞങ്ങള് എന്റെ ചേച്ചിയുടെ ഒരു റിസർച്ച് വർക്കുമായിട്ട് പ്രമാണിച്ച് ഞങ്ങള് സ്വാമിയുടെ മദ്രാസിലെ വീട്ടിൽ പോയി ഒരു 6-7 മണിക്കൂറോളം ഇരുന്ന് അവിടത്തെ എന്റെ പാട്ടി ഞാൻ കൂടിയിരിക്കുകയാണ്. ചേച്ചിമാര് അവർക്ക് റിസർച്ചിന്റെ ഭാഗമായിട്ട് സാറിന്റെ അതില് എന്റെ സഹോദരിയുടെ ക്ലാസ്മേറ്റ് ആണ്. പുള്ളിക്കാരി യൂസ് ചെയ്തിരുന്നത് ഫിലിം മ്യൂസിക്കിൽ അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ള കർണാടക സംഗീത രാഗങ്ങളെ കുറിച്ചുള്ള ഒരു അവലോകനമായിരുന്നു. സിനോപ്സിസ് എംഫിലിന്റെ തീസിസ് ആണ്. അങ്ങനെ ഒരു ബ്ലെസ്സിംഗ്. അതെ അതെ. പിന്നെ ഞാൻ നമ്മുടെ ദക്ഷിണാമൂർത്തി സ്വാമി ഇവിടെ വന്നപ്പോൾ അദ്ദേഹം കസേരയിൽ ഇരിക്കുന്നു, ഞാൻ 3 വരി ആൾക്കാർ പാട്ട് വരയിട്ടുണ്ട്. ഞാൻ തൊട്ട് മുമ്പിൽ താഴെ, ഞാൻ പേടിച്ച് ഏറ്റവും പുറകിൽ പോയിരുന്ന, പക്ഷേ അദ്ദേഹത്തിന് തൊട്ട് മുമ്പിലായി പോയി. അങ്ങനെ നമ്മുടെ ത്യാഗരാജാരാധന എന്തായാലും അതൊരു ഭയങ്കര ഭാഗ്യാണ് ശരിക്കും, നമ്മുടെ ഒരു ജന്മപുണ്യം പോലെയാണ് അല്ലേ. അപ്പൊ ആ പാട്ട് തന്നെ പാടുകയും ചെയ്തു. ഫസ്റ്റ് സ്വാമികളുടെ ഒരു പാട്ടെടുത്ത് പാടി നമ്മുടെ പ്രേക്ഷകരൊക്കെ ആസ്വദിച്ച് കാണുന്നു കരുതുന്നു. പിന്നെ പ്രേക്ഷകർക്ക് വിളിക്കാം കേട്ടോ, സഞ്ജു ചേട്ടനെ വിളിക്കാം. നമ്മുടെ എന്താ പറയാ അല്ലെ, എപ്പോഴും സഞ്ജു ചേട്ടനാണ് സാധാരണ എപ്പോഴും ഇങ്ങോട്ടേക്ക് വിളിക്കാറൊക്കെ സ്ഥിരം പ്രേക്ഷകനാണ്. അതെ അതെ, എനിക്കറിയാം. പ്രത്യേകിച്ച് ഓഫ് ഡേയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ രാവിലെ മുതൽ കണ്ടുകൊണ്ടിരിക്കും. പിന്നെ മെയിൻ ആയിട്ട് എനിക്ക് എപ്പോഴും ന്യൂസ് ഒക്കെ നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള, നമുക്ക് UAE റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ഒക്കെ എപ്പോഴും അപ്ഡേറ്റഡ് ആണ്. പിന്നെ ഇത് നമുക്ക് മുഴുനീള പാട്ടുകളാണല്ലോ. മറ്റുള്ള ചാനലിലൊക്കെ കുറെ മൂവിയും ഒക്കെ കണ്ട് ഇതാണ് ഇങ്ങനെ പാട്ടൊക്കെ. ഗുഡ് ഈവനിങ് UAE ഞങ്ങൾ വീട്ടിലെല്ലാവരും ആര് വന്ന് പാടിയാലും ഞങ്ങൾ 6 to 7 ആള് കണ്ടിരിക്കും അല്ലേ. അപ്പോൾ എന്താ പറയാ, ആർക്കെങ്കിലും സഞ്ജു ചേട്ടനെ കൊണ്ട് പാട്ടുകളൊക്കെ പാടിക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക. താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. അദ്ദേഹത്തിന് അറിയുന്ന പാട്ടുകളൊക്കെ ആണെങ്കിൽ പാടിക്കൊടുക്കും അല്ലേ. പിന്നെ എന്താണ് വിശേഷം? സുഖമായിരിക്കുന്നു. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാനിവിടെ ആക്ച്വലി നാദൽ ഹമർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞങ്ങളുടെ കമ്പനി ആക്ച്വലി ദുബായ് ഹെൽത്ത് കെയർ സിറ്റി, ഒരു സെമി ഗവൺമെന്റ് പോലെ. അത് നമ്മളൊരു ഇവന്റ്സ് ഇൻഡസ്ട്രിയാണ്. അപ്പൊ ഇപ്പൊ ഇങ്ങനെ നമ്മളെ അങ്ങനെ അധികം ബാധിച്ചിട്ടില്ല, കുഴപ്പമില്ലാണ്ട് കുഴപ്പമില്ലാതെ കൊറോണ ഒന്നും അധികം ബാധിച്ചില്ല. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അടുത്ത ഏത് ഗാനമാണ്? അടുത്ത ഞാൻ നമ്മുടെ ഇതും എന്റെ ചങ്ക് പാട്ടാണ്. ഏക് ദുജെ കെ ലിയെ SPB പാടിയ SPBയുടെ തെരെ മേരെ ബീച്ച് മേ എന്ന് പറഞ്ഞത് അതൊരു ഭയങ്കര അല്ലേ, അത്രയും സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള SPBയുടെ ഒരു പാട്ടാണ്. ലതാജിയും അതിന്റെ ഒരു വേർഷൻ പാടിയിട്ടുണ്ട്. അതെ അതെ, അത് കുറച്ചൊരു പെപ്പിക് ആണ്, ഇച്ചിരി നല്ല ഇതാണ്. ഇടയിലൊക്കെ ഡയലോഗ്സ് ഒക്കെ വന്നിട്ടല്ലേ, നല്ല രസമാണ് അത് കേൾക്കാൻ. അപ്പൊ നമുക്ക് സഞ്ജു ചേട്ടന്റെ തെരെ മേരെ ബീച്ച് മേ എന്നുള്ള ഗാനം കേൾക്കാം. कैसा है ये बंधन अनजाना, कैसा है ये बंधन अनजाना। मैंने नहीं जाना, तूने नहीं जाना, मैंने नहीं जाना, तूने नहीं जाना। तेरे मेरे बीच में कैसा है ये बंधन अनजाना।
डोर खींचे दूजा दौड़ा चलाए, एक डोर खींचे दूजा दौड़ा चलाए, कच्चे धागे में बंधा चलाए, ऐसे जैसे कोई हो, ऐसे जैसे कोई दीवाना, ऐसे जैसे कोई दीवाना। मैंने नहीं जाना, तूने नहीं जाना, तेरे मेरे बीच में कैसा है ये बंधन अनजान। नींद न आए मुझे, चैन न आए, नींद न आए मुझे, चैन न आए, लख जतन कर रोका न जाए, सपनों में तेरा हो, सपनों में तेरा आना जाना, सपनों में तेरा आना जाना। मैंने नहीं जाना, तूने नहीं जाना, तेरे मेरे बीच में कैसा है ये बंधन अनजाना, कैसा है ये बंधन अनजाना। അനിൽ ചൗഹാൻ കരാോക്കെ. അതെ, വേറൊരു ലോകത്തിലേക്ക്. ഓ അയ്യോ, അത് ഇദ്ദേഹത്തെ ലക്ഷ്മികാന്ത് പ്യാരലാൽ സാറിന്റെ മ്യൂസിക് കൂടെ അല്ലേ? ആനന്ദ് ബക്ഷി അല്ലേ, അവരാണ് അതിന്റെ ലിറിക്സ്. പിന്നെ എനിക്ക് തോന്നുന്നു ആ വർഷം അദ്ദേഹത്തിന് ബെസ്റ്റ് ഫിലിം ഫെയർ ലിറിസിസ്റ്റിനുള്ള ബെസ്റ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. മൂവിയും ഭയങ്കര ഫേമസ് ആണ്. അതെ അതെ, കമലഹാസനും ആക്ട്രസിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അതെ, ഫേമസ് ആയിട്ട് ഒരു ആക്ട്രസ് ആണ് കമലഹാസൻ. പിന്നെ നമുക്ക് അറിയുന്ന ഒരു അത്രയും ഉലക നായകൻ എന്ന് പറയുന്ന സ്കൂൾ ടൈമിലൊക്കെ ഈ കാസറ്റും വീഡിയോ ഒക്കെ ഇറങ്ങിയ സമയത്താണ് ആദ്യമായിട്ട് ഞാൻ ടെലിവിഷനിലാണ് കാണുന്നത്. അതോ ദൂരദർശനിൽ കണ്ടോന്നൊരു സംശയം. നമ്മുടെ ഡൽഹി മാത്രമല്ല ഉണ്ടായിരുന്നുള്ളൂ. അതെ അതെ, ആ സമയത്ത് ദൂരദർശനിൽ ഡൽഹി അതാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നീടാണല്ലോ മലയാളം ചാനൽസ് ഒക്കെ. എന്തായാലും നല്ലൊരു പാട്ടായിരുന്നു നമുക്ക് വേണ്ടി പാടിത്തന്നത്. പിന്നെ മ്യൂസിക് ഒക്കെ പഠിച്ചിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞ മിക്കവാറും എല്ലാ എപ്പിസോഡിലൊക്കെ പറയുന്നതാണ്, പഠിച്ചിട്ടൊന്നുമില്ല. ഞാൻ കേട്ടില്ല, നമ്മുടെ കേൾക്കാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ അറിയില്ല. കാര്യമായിട്ട് ബേസിക്കലി മൃദംഗിസ്റ്റ് ആയിരുന്നു. ചേച്ചിയാണ് ശരിക്കും ആക്ച്വലി ട്രെയിൻഡ്. പിന്നെ ചേച്ചി ആര് ഏത് ഗുരുവിന്റെ അടുത്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? കുറെ പേര് അമരക്കുട്ടി ടീച്ചറിന്റെ അടുത്ത് തുടങ്ങി, പിന്നെ അങ്ങനെ നെയ്യാറ്റിൻകര മോഹനേന്ദ്രൻ സാറ്, അങ്ങനെ വളരെ പ്രശസ്തരായ ഒരുപാട് പേര്. പിന്നെ എന്താണ് അവിടെ ട്രിവാൻഡ്രത്തെ ഒരു നല്ല TV കൃഷ്ണമൂർത്തി സാറിന്റെ ഒരു ഗുരുശിക്ഷ ഒരു എന്താണ് സാധാരണ ഒരു ഗുരുകുല സമ്പ്രദായം തന്നെ. സമ്പ്രദായത്തിൽ തന്നെ പഠിച്ചു. ചേച്ചി മ്യൂസിക് ആയിരുന്നു മെയിൻ പഠിച്ചത് അല്ലെങ്കിൽ? എംഫിലാണ്, ഡോക്ടറേറ്റ് ആണ്. ഓക്കെ ഓക്കെ, ഞാൻ വിചാരിച്ചു ചേച്ചിയുടെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞു. ചേച്ചിയാണ്. അല്ല, നമ്മള് മദ്രാസിലെ എംഫിലിന്റെ വിഷയം ചേച്ചിയുടെ ഫ്രണ്ടിനായിരുന്നു. എന്റെ ചേച്ചി അന്ന് ചെയ്തത് വക്രരാഗാസായിരുന്നു. വക്രരാഗസിലാണ് പുള്ളിക്കാരി സിനോപ്സിസ് ചെയ്തത്. എംഫിലിന്റെ പേരെന്ന് പറയൂ? ഡോക്ടർ സാജി വളരെ സന്തോഷം. കൊച്ചിൻ മഹാരാജാസിലെ പ്രൊഫസറാണ് ഇപ്പോൾ.
അപ്പം എപ്പോഴെങ്കിലും പരിചയപ്പെടാൻ പറ്റിയാൽ. ഇവിടെ ഇപ്പൊ വരേണ്ടതാണ് സത്യത്തില്. ആണോ? 23rd ടിക്കറ്റ് ബുക്ക് ആയിരുന്നു. ഈ 23rd വന്ന് ഒരു 1 വീക്ക് ഇവിടെ നിന്നിട്ട് പോകാൻ വേണ്ടി ആയിരിക്കുമായിരുന്നു. പക്ഷെ ഈ കോവിഡ് ഇത് പുതിയ തരംഗം വന്നതോടുകൂടി കുട്ടിയുണ്ട്. ഈ ഒരു സമയം ആൾക്കാർക്ക് അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് വരണോ എന്നുള്ളൊരു തന്നെയല്ല അവിടെ നാട്ടില് ഗവൺമെന്റ് എംപ്ലോയി ആണല്ലോ, അവർക്ക് ഈ ട്രാവൽ അപ്രൂവൽ വാങ്ങിക്കണം ഔട്ട്സൈഡ് പോകണമെങ്കിൽ. പിന്നെ അവർക്ക് ഈ കോളേജ് എഡ്യൂക്കേഷന്റെ എന്തോ ഒരു പുതിയ സാധനമുണ്ട്, അവർക്ക് 1 വീക്ക് ഇതുണ്ട്, ക്വാറന്റൈൻ ഉണ്ട്. അപ്പൊ എല്ലാവരും പറ്റത്തില്ല. അതെ അതെ അതെ, ശരിയാണ്. വിട്ടു. അപ്പൊ നല്ലൊരു പാട്ടായിരുന്നു. പിന്നെ എന്താണ് ചേട്ടന്റെ ഫേവറേറ്റ് സിംഗർ ആരാണ്? എൻ്റെ ഫേവറേറ്റ് സിംഗർ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, മെയിൽ സിംഗേഴ്സിലോ അത് ഓഫ് കോഴ്സ് എനിക്ക് അങ്ങനെ ഫേവറേറ്റ് സിംഗേഴ്സ് എല്ലാം ദാസേട്ടൻ എന്താ പറയുക, മെയിൽ സിംഗേഴ്സിൽ എനിക്ക് അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഫീമെയിൽ സിംഗേഴ്സിൽ എല്ലാവരും പറയും എസാനി അമ്മ, ചിത്ര അങ്ങനെ പറയും. പക്ഷെ എൻ്റെ ഫേവറേറ്റ് ഫീമെയിൽ സിംഗർ എന്ന് പറയുന്നത് എസാനി അമ്മയാണ്. ആ കാര്യം അത് എൻ്റെ മമ്മിയാണ് കാരണം. കാര്യം മമ്മി ഒരു വലിയ ഫാനാണ്. എസാനി അമ്മയുടെ പാട്ടുകളെല്ലാം മമ്മി അതിമനോഹരമായിട്ട് പാടും. ഇപ്പം 70 years ആയല്ലോ, അതിൻ്റെതായ ശ്വാസത്തിന്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആ സംഗതികളൊക്കെ പണ്ട് കാലത്ത് ഞാൻ മമ്മിയുടെ കയ്യിൽ നിന്നാണ് കേട്ടേക്കുന്നത്. ഇതെല്ലാം ഈ ഒരു കൊച്ചു സ്വപ്നത്തിന്റെ ഇല്ല മമ്മിയുടെ കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല. മമ്മി വളരെ ചെറുതിൽ തന്നെ പാട്ടൊക്കെ നിർത്തി. ആണോ? നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്. ഹായ്, ആരാണ് സംസാരിക്കുന്നത്? ആരാണ്? വിനീത. അറിയോ, സഞ്ജു ചേട്ടനെ അറിയുന്ന ആളാണോ? വെറുതെ കണ്ടിട്ട് വിളിക്കുകയാണ് അല്ലേ? ആണോ? സ്ഥിരം കാണുന്ന പ്രോഗ്രാം ആയതുകൊണ്ട് ഒന്ന് വിളിക്കാന്ന് കരുതി അല്ലേ? അപ്പൊ പാട്ട് കേട്ടപ്പം ഒന്ന് വിളിക്കാന്ന് വിചാരിച്ചു അല്ലെ? അത്രയും നന്നായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു സഞ്ജു ചേട്ടൻ അല്ലേ? അതെ അതെ, ഞാനത് പറഞ്ഞതേ. ഹസ്ബൻഡിന്റെ പേരെന്താണ്? അഖിൽ. അഖിൽ. രാകേഷ്. അപ്പൊ ഏതെങ്കിലും പാട്ട് റിക്വസ്റ്റ് ഉണ്ടോ സഞ്ജു ചേട്ടനോട്? ഏതാണ്? വെള്ളിത്തിങ്കൾ. ഏതാ? ഏതെങ്കിലും ഒരു പാട്ട് പാടിയാൽ മതി. ഓക്കെ, ഫേവറേറ്റ്. രക്ഷപ്പെട്ടു അല്ലേ? എനിക്ക് പ്രോബ്ലം ഇല്ല, എല്ലാ പാട്ടിന്റെയും എന്താ പറയുക അരമുറി ഇരുമുറി ഒക്കെ അറിയാം. ലിറിക്സ് ആണ് പ്രശ്നം. പെട്ടെന്ന് ആരെങ്കിലും ചോദിക്കുമ്പോൾ ഇങ്ങനത്തെ ലൈവ് പ്രോഗ്രാമിലൊക്കെ നമ്മൾ ചിലപ്പോൾ പെട്ടുപോകും. അതെ, അപ്പൊ ചേട്ടന് ഇഷ്ടമില്ല ഏതെങ്കിലും പാടിക്കുമെന്ന് പറഞ്ഞിരിക്കും. അമച്വർ സിംഗേഴ്സ് അല്ലേ, വലിയ പ്രൊഫഷണൽ സിംഗേഴ്സ് ഒന്നും അല്ലല്ലോ. അപ്പൊ ഒരു പാട്ട് ഏതാണ്? തേനും വയമ്പും. അത് ഞാൻ പാടിയാ മതിയോ? ഓക്കെ, ഞാൻ പാടി തന്നോളാം. അപ്പം ചേട്ടൻ ഏതെങ്കിലും അറിയുന്ന പാട്ട്, ചേട്ടൻ ഏതെങ്കിലും റിക്വസ്റ്റ് ഉണ്ടോ സഞ്ജു ചേട്ടനെ കൊണ്ട് പാടിക്കാൻ? ഞാൻ ഇപ്പം എന്താണ് നമ്മുടെ 41 കഴിഞ്ഞല്ലേ ഉള്ളു ഇന്നലെ. ശബരിമല നടയൊക്കെ അടച്ച്. അപ്പൊ ഇനി ഞാൻ അയ്യപ്പന്റെ ഒരു ചെറിയ ഒരു ചെറിയ കീർത്തനത്തിന്റെ കുറച്ച് നിങ്ങൾക്ക് വേണ്ടി. മണ്ഡലവ്രതമൊക്കെ കഴിഞ്ഞല്ലേ, ഇന്നലെ ആയിരുന്നു. അപ്പം അയ്യപ്പന്റെ ഒരു പാട്ട് ഇവർക്ക് വേണ്ടിട്ടാ, വിനീതയ്ക്കും ഫാമിലിക്ക്, രാകേഷിനും വേണ്ടിട്ട് തേനു വയമ്പൂ ഞാൻ പാടിത്തരാം കേട്ടോ. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ ഓക്കെ, ബൈ. ശ്രുതി എന്ന് പറഞ്ഞേ ഏതാണ്? ശ്രുതി കൊടുത്തിട്ടുണ്ടോ? ശ്രീ ശബരീശ ദീനദയാള വിമലവാഴും ശ്രീകണ്ഠ ശരണം ശരണം നിൽപദകമലം പുലിവാനന അയ്യപ്പ. ശ്രീ ശബരീശ ദീനദയാള മേമലവാഴും ശ്രീകണ്ഠ ശരണം ശരണം നിൽപദകമലം പുലിവാഹനന അയ്യപ്പ. കാടും മേടും കാട്ടാറുകളും കാനന ജീവികളും നീ. കാടും മേടും കാട്ടാറുകളും കാനന ജീവിക
അഖിലം നീയേ ഭക്തജന പ്രിയ അഖിലം നീയേ ഭക്തജന പ്രിയ ശ്രീ ശബരീശ്വരനയ്യപ്പ അഖിലം നീയേ ഭക്തജന പ്രിയ ശ്രീ ശബരീശ്വരനയ്യപ്പ ശ്രീ ശബരീശ ദീനദയാല മേമലവാഴും ശ്രീകണ്ഠ ശരണം ശരണം നിൽപദകമലം പുലിവാഹനനാം അയ്യപ്പ ശ്രീകണ്ഠ മണികണ്ഠ അയ്യപ്പ. ഇതിലേക്ക് പോയി, ആ ഒരു ലോകത്തിലേക്ക് പോയി. ജയവിജയന്മാരുടെ അതിമനോഹരമായ ഒരു ഭജൻ നല്ലൊരു പാട്ടാണ്. കച്ചേരികളിലൊക്കെ നമ്മുടെ പന്തൂരാളി രാഗമാണ്. കാമവർദ്ധിനി വേറൊരു പേര് കൂടി അടിപൊളിയായിട്ട് അതെ പാടും എപ്പോഴും. പ്രത്യേകിച്ച് ഭജനയ്ക്ക് നല്ല പക്കത്തോടെ കൂടി മൃദംഗം നല്ലൊരു രസമാണ് അവര് പാടുന്ന കേൾക്കാനല്ലേ. അവരുടെ ആ ഒരു വോയിസിലൊക്കെ എന്ത് രസമാണ് ജയവിജയന്മാര് അല്ലേ. അവരും പാടുന്ന ഞാൻ കേട്ടിട്ടില്ലേ, ദാസേട്ടൻ പാടുന്നതും. ഓക്കെ, നമ്മുടെ തേനും വയമ്പുന്ന ഒരു 2 ലൈൻസ് ഞാൻ പാടാം കേട്ടോ. അതൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. തേനും വയമ്പും നാവിൽ തൂകും വാനമ്പാടി, തേനും വയമ്പും നാവിൽ തൂകും വാനമ്പാടി, രാഗം ശ്രീരാഗം പാടൂ നീ വീണ്ടും 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 വീണ്ടും, തേനും വയമ്പും നാവിൽ തൂകും വാനമ്പാടി. നമുക്ക് വേറെയും കുറച്ച് പാട്ടുകളുണ്ട് നമ്മുടെ ഗസ്റ്റിനെ കൊണ്ട് പാടിക്കാൻ. അതിനുമുമ്പ് ഞാനൊരു പാട്ട് പാടട്ടെ. ജാനകിയമ്മയുടെ കുറെ കാര്യങ്ങളൊക്കെ പറയാനിരിക്കുകയാണ്. അപ്പൊ ഞാൻ തുമ്പി വാ തുമ്പക്കുടത്തിൽ എന്ന് പറഞ്ഞ ജാനകിയമ്മയുടെ ഒരു പാട്ട് പാടാം. തുമ്പി വാ തുമ്പക്കുടത്തിലെ la 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 തുമ്പിവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്താൽ ഊഞ്ഞാലിടാം, തുമ്പിവാ തുമ്പക്കുടത്തിൽ
അത് കലക്കി. അതിന്റെ ഇടയിൽ ജാനകി അമ്മ ചിരിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ ചിരിച്ച അത്രയും വരില്ല. അതെ അതെ, ചിരിച്ച് ഇതിപ്പം സൂര്യ ചിരിച്ചപ്പോഴാണ് എനിക്ക് ഒരു കാര്യം, ഇവിടെ ഒരു സ്റ്റേജ് ഷോയ്ക്ക് ഞാനും എൻ്റെ ഒരു കോ സിംഗറും ഉണ്ട്. അത് മറ്റേ ഹലോ മൈ ഡിയർ റോങ് നമ്പർ അല്ലേ, സ്പീക്ക് ചിത്ര സോറി റോങ് നമ്പർ എന്ത് ചെയ്തിട്ട് ഞങ്ങൾക്ക് അത് ശരിയാവുന്നില്ല. അപ്പൊ അന്ന് നമ്മുടെ ഇവിടെ തന്നെയുള്ള ഒരു റേഡിയോ ഷോയില് ശശിയേട്ടനായിരുന്നു, അറിയാലോ പ്രോഗ്രാം. ശശിയേട്ടൻ ഒരു കാരണം നമുക്ക് അതും കട്ട് ചെയ്യാം, കാര്യം അത് ഈ ഡയലോഗ് ഇല്ലാണ്ട് ശരിയാവത്തില്ല. എനിക്ക് ഒട്ടും പറയാൻ പറ്റത്തില്ല. എനിക്ക് ആ കുട്ടിയുടെ മുഖത്ത് നോക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ ചിരിയാണ്. എനിക്ക് അങ്ങനത്തെ പറയാൻ ഇഷ്ടമാണല്ലേ, ഡയലോഗൊക്കെ പറയാനും ഇങ്ങനെ ചിരിക്കാനും. ജാനകിയമ്മയൊക്കെ എന്തോരം അങ്ങനെ വോയിസ് ഓവർ കൊടുത്തിരിക്കുന്നു. എന്താ പറയാ, കുഞ്ഞിന്റെ വോയിസ് ആണെങ്കിൽ ഇപ്പൊ ഇതിന്റെ ഇടയിലൊക്കെ അസൽ ആ കുഞ്ഞ് ചിരിക്കുന്ന പോലെ തന്നെ ഉണ്ടല്ലേ. ഞാൻ ചിരിച്ച അത്രയും വരില്ല, എന്നാലും ഇതിനു വേണ്ടി ചിരിച്ചെന്നേ. ഏത് പാട്ട് വേണമെങ്കിലും അല്ലെ, ഒരു എന്താ പറയാ, അമ്മു ഒരു വയസ്സായുള്ള ആൾക്കാരുടെ വോയിസ് ആണെങ്കിലും അല്ലെ, അങ്ങനെ എന്ത് വോയിസ് അവർക്ക് വോയിസിന് ചേഞ്ച് ചെയ്യാൻ ജാനകി അമ്മ സുശാലമ്മ അങ്ങനെയാണ്. പക്ഷെ എന്നാലും ജാനകി അമ്മ എനിക്ക് പലപ്പോഴും കേട്ടിട്ടില്ലേ, വോയിസിനെ വെച്ച് എന്ത് കളിയും ജാനകി അമ്മ, എന്തും ചെയ്യുന്നു. അതെ അതെ അതെ. ജാനകിയമ്മ തന്നെ പറയുന്നിട്ടുണ്ട്, ക്ലാസിക്കൽ സോങ്സ് ഒക്കെ പാടുമ്പം ഒന്നും അറിയത്തില്ല, പക്ഷെ ശിങ്കാരവേലനെ, പക്ഷെ ആ സ്പോട്ടിൽ അവരല്ല പാടുന്നത്, വേറെ ഇങ്ങനെ വരികയാണെന്നൊക്കെയാ ജാനകിയമ്മ പറയുന്നത്. സ്വരത്തിന്റെ സ്ട്രക്ചർ ഒക്കെ അതെ, എന്ത് രസം. താളത്തിലൊക്കെ പഠിക്കാത്ത ഒരാള് എന്ത് നന്നായിട്ടാണ് ജാനകിയമ്മ പാടിയിരിക്കുന്നത്. അതെ അതെ. അപ്പൊ നമുക്ക് അടുത്തത് ഏത് പാട്ടാണ് പാടുന്നത് പ്രേക്ഷകർക്ക് വേണ്ടിട്ട്? നമ്മളിങ്ങനെ സംസാരിച്ചു പോവാണല്ലേ. നല്ലൊരു പഴയ മൂവിയിലെ ചൈത്രം എം പി ശ്രീനിവാസൻ സാറിന്റെ. അതെ അതെ, ശ്രീനിവാസൻ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട് അല്ലെ, നമ്മുടെ എം ജയചന്ദ്രന്റെ ഗുരുവായിട്ടൊക്കെ അല്ലെ. ഞാൻ അദ്ദേഹത്തിന്റെ കൊയറിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, എം പി ശ്രീനിവാസൻ പഠിക്കുന്നത്. അതെ, ONV സാറിന്റെ ആണ് ലിറിക്സ്. അതെ, ONV സാറിന്റെ ചൈത്രം ചാലിച്ചു. ചൈത്രം ചായം ചാലിച്ചു, ചൈത്രം ചായം ചാലിച്ചു, നിന്റെ ചിത്രം വരയ്ക്കുന്നു, ചാരു ചിത്രം വരയ്ക്കുന്നു. ചൈത്രം ചായം ചാലിച്ചു, നിന്റെ ചിത്രം വരയ്ക്കുന്നു. എങ്ങു നിന്നീ കവിൾ തട്ടിലെ കുങ്കുമവർണ്ണം പകർന്നു. എങ്ങു നിന്നീ കവിൾ തട്ടിലെ കുങ്കുമവർണ്ണം പകർന്നു. മാതളപ്പൂക്കളിൽ നിന്നോ മലർവാക തളിർത്തതിൽ നിന്നോ പാടിപ്പറന്നു പോം എൻ കിളി തത്തതൻ പാടലമാം ചുണ്ടിൽ നിന്നോ. ആ ചൈത്രം ചായം ചാലിച്ചു, നിന്റെ ചിത്രം വരയ്ക്കുന്നു.
എങ്ങു നിന്നീ കുളിർ നെറ്റിയിൽ ചന്ദനത്തിൽ നിറം വാർന്നു. എങ്ങു നിന്നീ കുളിർ നെറ്റിയിൽ ചന്ദനത്തിൽ നിറം വാർന്നു. ഈ മിഴിപ്പൂവിൽ നീലം ഇന്ദ്രനീലമണിച്ചിൽ നിന്നു. മേനീലാകെ പടരുമി സൗവന്നം ഏതുഷസന്ധ്യയിൽ നിന്നോ. ആ ചൈത്രം ചായം ചാലിച്ചു നിന്റെ ചിത്രം വരയ്ക്കുന്നു. ഞാൻ അതിലങ്ങ് അതെ, അങ്ങനെ ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിലും സാറിന്റെ ഒക്കെ ഒരു ഇന്റലക്ച്വൽ സോങ്സ് ആണ്. ഒരുപാട് പാട്രിയോട്ടിക് സോങ്സ് അതില് അങ്ങനെ അത് ഞാൻ പറഞ്ഞു കൊയർ ഉണ്ടായിരുന്നു. കൊയറും പിന്നെ അങ്ങനത്തെ ഒരു സ്പെഷ്യൽസ് ആയിരുന്നല്ലോ അദ്ദേഹം. കുറച്ച് ബിസിനസ് ഓറിയന്റഡ് അല്ലായിരുന്നു അങ്ങനെ ഫിലിമിന്റെ പുറകിൽ അങ്ങനെ ഒരുപാട് അദ്ദേഹം ഇങ്ങനെ ഒരുപാട് ആ കൊയർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ആയിരുന്നു കേട്ടോ. ഞാൻ അതില് കുറച്ചു കാലം നിന്നിട്ടുള്ള എനിക്ക് അറിയാം. കോഴ്സ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതെ, ഓരോരുത്തർക്കും ഓരോ. അപ്പൊ നമ്മൾ അത് മിഡിൽ ഒന്ന്, ഹയർ ഒന്ന്, ബേസ് ഒന്ന്, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പൊ നല്ല രസമാണ്. ഓരോരുത്തരും ഓരോ പോർഷൻ പാടണം, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ ചാലഞ്ചിങ്, നല്ല എക്സ്പീരിയൻസ്, നല്ല രസം. അപ്പൊ നമ്മളെ പോർഷനിൽ ഇങ്ങനെ ശ്രദ്ധിക്കണം, മറ്റവര് വേറെ പാടുന്ന അതിൽ ചാടാൻ പാടില്ല. ഭയങ്കര പ്രയാസമാണ്, ഭയങ്കര പാടാണ്. പക്ഷെ കേൾക്കുന്നതേ വരൂ, നമ്മളെ വരില്ല. പക്ഷെ അത്രയും നമ്മളപ്പം ശ്രദ്ധിച്ചിരിക്കും. നമ്മളെ ഏതാണ് നമ്മുടെ പാർട്സ് ഏതാണ് പാടേണ്ടതെന്ന് നമ്മളിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുമായിരുന്നു. അതെനിക്ക് തോന്നുന്നു അത് ചക്രവാകം എന്ന് പറഞ്ഞൊരു രാഗമായിരുന്നു അല്ലേ. ചക്രവാകത്തിൽ അതിലൊരുപാട് ഗജാന്യുതം എന്ന് പറഞ്ഞില്ല അല്ലേ, ഒരു കോമ്പസിഷൻ ഉണ്ട്. നമ്മുടെ സംഗീത വിദ്യാർത്ഥികളൊക്കെ ആദ്യം നിന്നൊക്കെ പഠിക്കുന്ന മുത്തുസ്വാമി ദീക്ഷിതരുടെ ഈ ചക്രവാകത്തിന് വേറൊരു പേരുമുണ്ട്, വേഗവാഹിനി എന്ന് പറഞ്ഞൊരു. വേഗവാഹിനി എന്നൊരു പേര് കൂടിയുണ്ട്. 16ാമത്തെ മേളകർത്താ രാഗമാണ് നമ്മുടെ മായാമാളവ ഗൗള കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത്. മായാമാളവ ഗൗള എല്ലാ കുട്ടികൾക്കും, കുറച്ചൊക്കെ പഠിച്ചുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് പറയുമ്പോൾ മനസ്സിലാവും. അപ്പൊ നമുക്ക് അടുത്തൊരു പാട്ട് പാടാം അല്ലെ, നമ്മള് ഡുവറ്റ് പാടാം. നമുക്ക് താരാപഥം എന്ന് പറഞ്ഞ അതൊരു അടിപൊളി പാട്ടാണ്. എന്താ പറഞ്ഞേ, പറയേണ്ട കാര്യമില്ല. അതെ അതെ, നമ്മുടെ ഇളയരാജയുടെ പാട്ടാണ്. ഞാൻ നേരത്തെ പാടി തുമ്പിവ എന്ന് പറഞ്ഞുള്ളതും ഇളയരാജയുടെ പാട്ടായിരുന്നു. ഇത് വന്നിട്ടും അല്ലേ ഇളയരാജ അനശ്വരം എന്ന് പറഞ്ഞ മൂവിയിലാണ്. PK ഗോപി സാറിന്റെ വരികൾക്ക് ഇളയരാജ സംഗീതം നൽകി SBB സാറും ചിത്രചേച്ചിയും പാടിയ പാട്ടാണ് അനശ്വരം എന്ന് പറഞ്ഞ മൂവിയിൽ. നമ്മുടെ ശ്വേതാ മേനോനും മമ്മൂട്ടിയാണ് അതിൽ ആക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം, താരാപഥം ചെയ്തു. താരാപഥം ചെയ്തോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ. നവമേഘമേ കുളിർ കൊണ്ടുവാ, ഒരു ചെങ്കുറിഞ്ഞി പൂവിൽ മൃദു ചുംബനങ്ങൾ നൽകാം. താരാപഥം ചെയ്തോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ. സുഖദമീനാളിൽ പ്രണയശലഭങ്ങൾ അണയുമൂരാഗദൂതുമായി. നമീനാളിൽ
ശലഭങ്ങൾ ലലലലല. അണയുമൂരാഗദൂതുമായി വന്നദീപശോഭയിൽ എന്നെ ഓർമ്മ പുൽകവേ മണ്ണിലാക്കി നിന്റെ മന്ദഹാസം മാത്രം കണ്ടു ഞാൻ. താരാപദം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ. നവമേഘമേ കുളിർ കൊണ്ടുവാ ഒരു ചെങ്കുറിഞ്ഞി പൂവിൽ നറു ചുംബനങ്ങൾ നൽകാൻ. താരാപദം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ. സഫലമീ നേരം ലലലലല. ഹൃദയവീണകളിൽ ലലലലല. ഉണരുമോ പ്രേമകാവ്യമായി. സഫലമീ നേരം ആഹാഹാഹാ. ഹൃദയവീണകളിൽ ഉണരുമോ പ്രേമകാവ്യമായി. വന്ന മോഹസയ്യയിൽ വന്ന ദേവകന്യയെ വെണ്ണിലാക്കി നിന്റെ നെഞ്ചു പാടും ഗാനം കേട്ടു ഞാൻ. താരാപദം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ. നവമേഘമേ കുളിർ കൊണ്ടുവാ ഒരു ചെങ്കുറിഞ്ഞി പൂവിൽ മൃദു ചുംബനങ്ങൾ നൽകാൻ. താരാപദം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ. ഒരു നല്ലൊരു പാട്ടായിരുന്നു അല്ലേ? എനിക്ക് ആ ലൈനില് എനിക്ക് കേട്ടില്ല, എനിക്ക് ഒരു റിത്തം താളം പറ്റില്ല, ഒരു സ്ഥലത്ത് കേൾക്കാൻ പറ്റില്ലായിരുന്നു. ആണല്ലേ? ആ കുഴപ്പമില്ല, പക്ഷെ നന്നായിരുന്നു. നമുക്ക് അടുത്ത ഒരു പാട്ടോട് കൂടി അല്ലേ? ഇതിനോട് സമയമുണ്ടോ? ഒരു പാട്ടും കൂടി നമുക്ക് പാടാം. അടുത്ത ഏതാണ് പാടുന്നത്? ഞാന് ഒരു തമിഴ് നോക്കാം. അമ്മായൻ രാഗ അല്ലേ? ഞാൻ നോക്കി വെച്ചിരുന്നാണ്. ഓക്കെ. അമ്മായൻ രാഗ എന്ന് പറഞ്ഞുള്ള പാട്ട് മന്നൻ എന്ന് പറഞ്ഞുള്ള മൂവിയിലാണ്. രജനീകാന്തിന്റെ മന്നൻ എന്ന് പറഞ്ഞ ദാസേട്ടൻ പാടിയതാണ്. വളരെ വലിയൊരു ഹിറ്റ് സോങ് അല്ലേ? പിന്നെ അത് ആ പാട്ട് ഇപ്പോഴും നമ്മുടെ ഗാനമേളകളിലൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കത് തുടങ്ങാം. അത് വന്നിട്ട് அம்மா என்றழைக்காத உயிரில்லையே, அம்மாவை வணங்காத உயிர்வில்லையே. அம்மா என்றழைக்காத உயிரில்லையே, அம்மாவை வணங்காத உயிரில்லையே. நேரில் நின்று பேசும் தெய்வம் பெற்ற தாயன்றி வேறொன்று ஏது. அம்மா என்றழைக்காத உயிரில்லையே, அம்மாவை வணங்காது உயவில்லையே.
அபிராமி சிவகாமி கருமாரி மகமாய் திருக்கோவில் தெய்வங்கள் நீதானம்மா. அன்னைக்கு அன்றாதம் அபிஷேகம் அலங்காரம் புரிகின்ற சிறு தொண்டன் நான் தானம்மா. பொருளோடு புகழ் வேண்டும் மகனல்ல தாயே, உன்னருள் வேண்டும் உனக்கென்றும் அது போதுமே. அடுத்திங்கு பிறப்பொன்று அமைந்தாலும் நான் உந்தன் மகனாக பிறக்கின்ற வரம் வேண்டுமே. அதை நீ தருவாய். அம்மா என்றழைக்காத உயிரில்லையே, அம்மாவை வணங்காத உயர்வில்லை. பசுந்தங்கும் புதுவெள்ளி மாணிக்கம் மணி வைரம் இவையாகும் ஒரு தாய்க்கு ஈடாகுமா? விலை மீத்து விலை வைத்து கேட்டாலும் கொடுத்தாலும் கடை தன்னில் தாயன்பு கிடைக்காதம்மா. 2 மாதங்கள் கருவோடு என்னை தாங்கி நீ பட்ட பெரும்பாடு அறிவேனம்மா. 7 ஜன்மங்கள் எடுத்தாலும் உழைத்தாலும் உனக்கிங்கு நான் பட்ட கடம் தீருமா? உன்னாலே பிறந்தேனே அம்மா என்றழைக்காத உயிரில்லையே, அம்மாவை வணங்காத உயர்வில்லையே. நேரில் பேசும் தெய்வம் பெற்ற தாயன்றி வேறொன்று ஏது? அம்மா என்றழைக்காத உயிரில்லையே, அம்மாவை வணங்காத உயர்வில்லையே. அம்மா என்றழைக்காத உயிரில்லையே, அம்மாவை வணங்காத ഉയർവില്ലേ. വളരെ മനോഹരമുള്ള ഒരു സോങ്. നമുക്ക് നമ്മുടെ അമ്മയിൽ അതൊന്നുമില്ലല്ലേ. അപ്പം ഈ ഒരു പാട്ട് അവസാനം നമുക്ക് വേണ്ടി നമുക്ക് പ്രേക്ഷകർക്കും എല്ലാം വേണ്ടി പാടി തന്നതിൽ വളരെ സന്തോഷമുണ്ട് സഞ്ജു ചേട്ടാ. പിന്നെ ഞങ്ങളുടെ ഈ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഫാമിലിയിലെ ആൾ തന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഓക്കെ, അപ്പം വീണ്ടും നാളെ കാണുമ്പോഴേക്കും ബൈ ബൈ, സീ യു.